2016 November 23 ദുബായ് മീഡിയ സിറ്റി അങ്കണത്തിലാണ് 1 മണിക്കൂർ 15 മിനിറ്റ് നീണ്ട ഈ പ്രസംഗം നടത്തിയത്. രാഷ്ട്രീയം മറന്ന് നിറഞ്ഞ കയ്യടികളോടെ പ്രവാസികൾ പിന്തുണച്ച ഈ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. പ്രവാസ ലോകത്ത് തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു തൊഴിൽ ലഭിക്കുന്നതുവരെ നൽകുമെന്ന് പ്രഖ്യാപിച്ച 6 മാസത്തെ ശമ്പളവും സ്പെഷ്യൽ പെൻഷനും ആർക്കും കിട്ടിയില്ല. ഒരാൾക്കുപോലും ഇത്തരത്തിൽ സഹായം നൽകാൻ കേരള സർക്കാരിന് കഴിഞ്ഞതുമില്ല. മറിച്ച് ഇപ്പോൾ പ്രവാസികളിൽ നിന്ന് സാമ്പത്തിക സഹായം തേടി എത്തിയിരിക്കുകയാണ്. തൊഴിൽ നഷ്ടപ്പെട്ട് ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ താൽക്കാലിക സഹായം എന്ന നിലയിൽ 6 മാസത്തെ ശമ്പളം തൊഴിൽ നഷ്ട സുരക്ഷ എന്ന നിലക്ക് നൽകാൻ ശ്രമിക്കും. പ്രായമായവരുണ്ട്, ശാരീരികമായി അയോഗ്യത സംഭവിച്ചവരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ സ്പെഷ്യൽ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കും. പ്രവാസികൾക്കായി ഒരു ജോബ് പോർട്ടൽ സൃഷ്ടിക്കും. ഇവിടെ നല്ല ജോലി തേടി വന്ന് നല്ല മട്ടിൽ ജീവിച്ച് പിന്നെ തിരിച്ചു വരുമ്പോൾ വിഷമിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്തരം ആളുകളെ നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ നടപടികളുമാണ് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാസി വിദ്യാർത്ഥികൾക്കായി പ്രഖ്യാപിച്ച ചെലവ് കുറഞ്ഞ കേരള പബ്ലിക് സ്കൂൾ, വാടക കുറഞ്ഞ താമസ പദ്ധതിയായ റെസിഡൻഷ്യൽ ടൌൺഷിപ്പ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം ജലരേഖയായി. മലയാളം പഠിപ്പിക്കുന്നതും നല്ല രീതിയിൽ നടത്താവുന്നതുമായ കേരള പബ്ലിക് സ്കൂളുകൾ ഗൾഫ് നാടുകളിൽ സ്ഥാപിക്കാൻ ശ്രമിക്കും. കാരണം തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് കുട്ടിയുടെ പഠനം നഷ്ടപ്പെടുന്നതെന്നർത്ഥം. കുടുംബ നഗരങ്ങൾ, അതായത് താങ്ങാനാവുന്ന നിരക്കിൽ താമസ സൌകര്യവും മറ്റും ഒരുക്കാനുള്ള ഒരു നീക്കമാണിത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ റെസിഡൻഷ്യൽ ടൌൺഷിപ്പുകൾ ഉണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റലുകളും ഉണ്ടാവും. പ്രവാസി മലയാളികൾക്ക് നല്ല ഗുണനിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കാനാവണം. അപ്പോൾ മറ്റൊരു കാര്യം, ഇതിനായി ജനകീയ ക്ലിനിക്കുകൾ സ്ഥാപിക്കലാണ്. ഡിസംബറിലെ കടുത്ത തണുപ്പിലാണ് ആയിരങ്ങളെ ആവേശം കൊള്ളിച്ച ഈ ദീർഘമായ പ്രസംഗം നടത്തിയത്. തണുപ്പ് കൂടി വരുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നെനിക്കറിയാം. എന്നാലും പറഞ്ഞതെല്ലാം പൂർത്തിയാക്കണമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. 50 ഡിഗ്രി സെൽഷ്യസുമായി പൊള്ളുന്ന ചൂടിൽ പണിയെടുക്കുന്നവരാണ് പാവം പ്രവാസികൾ. അതിനാൽ തണുപ്പല്ല പ്രശ്നം, മറിച്ച് ഡിസംബറിലെ തണുപ്പിൽ കുതിർന്നുപോയ അങ്ങയുടെ വാക്കുകളാണ് ഇവിടെ പ്രവാസികളെ നിരാശരാക്കുന്നത്. അതിനാൽ പറഞ്ഞു തീർക്കുന്നല്ല കാര്യം, പറഞ്ഞത് നടപ്പാക്കുന്നതിലാണ് യഥാർത്ഥ വിജയം. ദുബായിൽ നിന്നും എൽവിസ് ടുമാർ, ജയ് ഹിന്ദ് ന്യൂസ്.